ഉത്സവ സീസൺ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇന്ത്യക്കാർ കാർ വാങ്ങുമ്പോൾ നിരവധി ഘടകങ്ങൾ അവർ പരിഗണിക്കാറുണ്ട്. മൈലേജ്, ഫീച്ചർ, സേഫ്റ്റി എന്നിവ ഓരോന്നും ശ്രദ്ധിക്കാറുണ്ട്. ഇവ ഓരോ കാലത്തിനനുസരിച്ച് മാറി മാറി വരുന്നതാണ്. എന്നാൽ എല്ലാ കാലത്തും ഉപഭോക്താക്കൾ പരിഗണിക്കുന്ന സംഗതി അത് വില തന്നെയാണ്. കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകളും പണത്തിനൊത്ത മൂല്യവും വാഗ്ദാനം ചെയ്യുന്ന വാഹനങ്ങളാണ് ഇന്ത്യക്കാർ പൊതുവെ ഇഷ്ടപ്പെടുന്നത്. 2025 ഓഗസ്റ്റ് മാസത്തിൽ 10 ലക്ഷം രൂപയിൽ താഴെ വിലയിൽ വാങ്ങാവുന്ന മികച്ച 5 കാറുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് മറ്റൊന്നുമല്ല, മാരുതി ബലെനോ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇന്ത്യൻ വിപണിയിൽ നിറ സാന്നിധ്യമാണ് ഈ പ്രീമിയം ഹാച്ച്ബാക്ക്. പണത്തിനൊത്ത മൂല്യം നൽകുന്ന വാഹനം എന്ന നിലയിലാണ് ബലെനോ ജനപ്രീതി ആർജിച്ചത്. ഇതിലെ ഫീച്ചറുകളും സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കിടയിൽ നല്ല അഭിപ്രായം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ ഒന്നാണ് ബലെനോ. ബലെനോയെ പറ്റി കുറ്റം പറയാൻ ഉണ്ടായിരുന്ന സംഗതികളിൽ ഒന്നായിരുന്നു സേഫ്റ്റി. ഇപ്പോൾ 6 എയർ ബാഗ് ചേർത്ത് കാറിന്റെ സേഫ്റ്റിയും കമ്പനി കൂട്ടിയിരിക്കുകയാണ്. പെട്രോൾ, CNG പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ ഇത് വാങ്ങാവുന്നതാണ്. ബലെനോ CNG മൈലേജിന്റെ കാര്യത്തിൽ പുലി തന്നെയാണ്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെ 4 വേരിയന്റുകളിൽ ബലെനോ ലഭ്യമാണ്. ഇതിന്റെ ബേസ് വേരിയന്റിന് 6,74,000 രൂപയും ടോപ്പ് മോഡലിന് 9,96,000 രൂപയുമാണ് വില വരുന്നത്. രണ്ടാമത്തേത് മറ്റൊന്നുമല്ല, ടാറ്റ പഞ്ച് തന്നെയാണ്. 2021 ടാറ്റ രാജ്യത്തിന്റെ മൈക്രോ SUV എന്നുള്ള പുതിയ സെഗ്മെന്റിന് തുടക്കം കുറിച്ചത്. അതിനാണ് പഞ്ച് ഇറക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ അതിവേഗം ജനപ്രിയനായി മാറിയ പഞ്ച് 2024 കലണ്ടർ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ തന്നെയായിരുന്നു. പെട്രോൾ, CNG എന്നിവ കൂടാതെ ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനിലും ഇത് വാങ്ങാവുന്നതാണ്. എന്നാൽ പഞ്ച് EV 10 ലക്ഷം രൂപയിൽ താഴെ മുടക്കിയാൽ വാങ്ങാൻ സാധിക്കുന്നതല്ല. മാനുവൽ AMG ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഓഫറിലുണ്ട്. പ്യുവർ അഡ്വഞ്ചർ, അഡ്വഞ്ചർ പ്ലസ്, അഡ്വഞ്ചർ സൺറൂഫ്, അഡ്വഞ്ചർ പ്ലസ് സൺറൂഫ്, ആക്കംപ്ലിഷ്ഡ് പ്ലസ് സൺറൂഫ്, ക്രിയേറ്റീവ് പ്ലസ് സൺറൂഫ് തുടങ്ങിയ വേരിയന്റുകളിലാണ് ടാറ്റ പഞ്ച് വരുന്നത് തന്നെ. നിലവിൽ 6,20,000 മുതൽ 10,17,000 രൂപ വരെയാണ് പഞ്ചിന്റെ വില വരുന്നത്. ഈ കാറിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഉടൻ വിപണിയിലും എത്തുന്നതാണ്. മൂന്നാമത്തേത് മാരുതി സ്വിഫ്റ്റ് ആണ്. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാറുകളിൽ ഒന്ന് തന്നെയാണ് സ്വിഫ്റ്റ്. ചെറിയ കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സാധാരണക്കാരന്റെ മിനി കൂപ്പർ എന്ന് വിളിക്കപ്പെടുന്ന സ്വിഫ്റ്റ് മികച്ച ഒരു ചോയ്സ് തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ് പുത്തൻ എഞ്ചിനും സവിശേഷതകളും അടക്കം സ്വിഫ്റ്റിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുത്തൻ എഞ്ചിന്റെ മികവിൽ സ്വിഫ്റ്റ് പെട്രോൾ പതിപ്പുകൾ ലിറ്ററിന് 25.75 കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വിഫ്റ്റിന്റെ CNG പതിപ്പ് കിലോഗ്രാമിന് 30 കിലോമീറ്ററിന് മുകളിൽ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നുണ്ട്. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനുകളുള്ള സ്വിഫ്റ്റിന്റെ എല്ലാ വേരിയന്റുകളിലും 6 എയർ ബാഗുകളാണ് നൽകിയിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനിൽ LXI, VXI, VXI-O, ZXI, ZXI പ്ലസ് എന്നീ വേരിയന്റുകൾ ഇതിൽ ലഭ്യമാണ്. 6,49,000 രൂപ മുതൽ 9.5 ലക്ഷം രൂപ വരെയാണ് സ്വിഫ്റ്റിന്റെ വില വരുന്നത്. അവസാനത്തേത് ഹുണ്ടായി വെന്യൂ തന്നെയാണ്. ഈ പട്ടികയിലെ ഏക കോമ്പാക്ട് SUV മോഡലാണ് ഹുണ്ടായി വെന്യൂ. ഇതിന്റെ ടോപ്പ് വേരിയന്റ് 10 ലക്ഷത്തിന് മുകളിലാണ് എന്നുണ്ടെങ്കിലും ബേസ് വേരിയന്റ് 10 ലക്ഷത്തിൽ താഴെയാണ്. നിലവിൽ 7,94,000 മുതൽ 13,53,000 വരെയാണ് വില വരുന്നത്. പെട്രോൾ, ഡീസൽ വിഭാഗങ്ങളിലായി 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ്. 1 ലിറ്റർ കപ്പ പെട്രോൾ, അതായത് 5 സ്പീഡ് മാനുവലിന്, 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ, 6 സ്പീഡ് മാനുവൽ, 7 സ്പീഡ് CCT ഓട്ടോ, 1.5 ലിറ്റർ CRDI ഡീസൽ, 6 സ്പീഡ് മാനുവൽ എന്നിവയാണ് ഈ ഓപ്ഷനുകൾ വരുന്നത്.